റബ്ബർ ഷീറ്റ് വില റെക്കോർഡിൽ. RSS 4 ഗ്രേഡ് റബ്ബർ ഷീറ്റിന് 249 രൂപയും RSS 5 ഗ്രേഡ് 245 രൂപയുമായി ഇന്നേ വരെയുള്ള ഏറ്റവും ഉയർന്ന വിലയിലെത്തി. വേനലിൽ ഉൽപ്പാദനം കുറഞ്ഞ് ചരക്കിന് കടുത്ത ക്ഷാമം നേരിടുന്നതിനാൽ വില കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് സൂചന. വ്യവസായികൾ ഡീലർമാരിൽ നിന്നും 252 രൂപ നിരക്കിൽ വരെയും കഴിഞ്ഞ ദിവസം ഷീറ്റ് വാങ്ങി. ഇന്നലെ ബാങ്കോക്കിൽ 1 കിലോ റബ്ബറിന് 270 രൂപ വരെയും വിലയുണ്ടായിരുന്നു. വിദേശ വില കിലോയ്ക്ക് 21 രൂപ ഉയർന്നു നിൽക്കുന്നതിനാൽ ഇവിടുത്തെ വിലയിൽ ഉടനെ ഇടിവുണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം ചെറുകിട കർഷകർക്ക് ഷീറ്റ് സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ ഉയർന്ന വിലയുടെ മെച്ചം കിട്ടാനുമില്ല. നിലവിൽ ഷീറ്റ് സ്റ്റോക്ക് ചെയ്ത എസ്റ്റേറ്റ് ഉടമകൾക്കും വൻകിട ഡീലർമാർക്കും മാത്രമാണ് ഉയർന്ന വിലയുടെ നേട്ടം ലഭിക്കുന്നത്. റബ്ബർ വില 250-ൽ താഴ്ത്തി നിർത്താനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഏതാനും ടയർ കമ്പനികൾ ഇന്നലെ ചരക്ക് വാങ്ങലിൽ നിന്നും പിന്മാറി. ഒരാഴ്ചയായി വേനൽ മഴ ലഭിക്കുകയും വില മെച്ചപ്പെടുകയും ചെയ്തതിനാൽ ഈ മാസം ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കർഷകർ താൽപ്പര്യപ്പെടും. ജൂലൈ വരെയും ഉൽപ്പാദനം കുറവായതിനാൽ തൊഴിലാളികളെ നിയമിക്കാതെ തനിയെ റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവർക്ക് മാത്രമേ നേട്ടമുണ്ടാകൂ. ടാപ്പിംഗ് തുടങ്ങാൻ ഭാരിച്ച ചെലവ്. വേനൽ അവധിക്ക് ശേഷം 1 ഏക്കർ തോട്ടത്തിൽ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ 1 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവ് വരും. മുൻപ് ടാപ്പിങ്ങിന് മുന്നോടിയായി റബ്ബറുകൾക്കിടയിൽ വഴിത്താരയിലെ കാട് യന്ത്രത്തിൽ വെട്ടുകയായിരുന്നു പതിവ്. നിലവിൽ പാമ്പ് ശല്യം രൂക്ഷമായതിനാൽ തോട്ടം അപ്പാടെ പുല്ലുവെട്ടി സുരക്ഷിതമാക്കാൻ ഏക്കറിന് 15,000 രൂപയോളം വേണ്ടിവരും. മഴ മറയിടാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ചെലവേറും. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധി തുടർന്ന് പ്ലാസ്റ്റിക്കിനും പശയ്ക്കും വിലയേറി. 1 കിലോ പ്ലാസ്റ്റിക്കിന് വില 250 രൂപയോടടുത്ത്. ഒരു റബ്ബറിന് മഴ മറയിടാൻ തൊഴിൽ കൂലി ഉൾപ്പെടെ 40 രൂപയ്ക്ക് മുകളിൽ ചെലവുണ്ടാകും. ഇലകൊഴിച്ചിൽ തടയാൻ സ്പ്രേയിങ് ചെലവ് ഇരട്ടിയായി. സ്പ്രേയിങ് ഓയിൽ വില ലിറ്ററിന് 320 രൂപയിൽ നിന്നും 900 രൂപയ്ക്ക് മുകളിലായി. തുരിശുവില കിലോയ്ക്ക് 400 രൂപയ്ക്ക് മുകളിലെത്തിയതോടെ ഏറെപ്പേരും സ്പ്രേയിങ് നടത്താൻ താൽപ്പര്യപ്പെടുന്നതില്ല. മഴ നന്നായി പെയ്താലുടൻ റബ്ബറിന് രാസവളപ്രയോഗം നടത്തണം. വളത്തിൻ്റെ വിലക്കയറ്റവും കർഷകർക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുക. ഇത്തരത്തിൽ പണം മുടക്കി ടാപ്പിംഗ് പുനരാരംഭിച്ചാൽ തന്നെ റബ്ബർ വില നിലവിലെ 250 രൂപ നിരക്കിൽ തുടരണമെന്ന് നിർബന്ധവുമില്ല. കഴിഞ്ഞ വർഷം സ്പ്രേയിങ്ങിനും മഴമറയ്ക്കും ഹെക്ടറിന് 4,000 രൂപ വീതം റബ്ബർ ബോർഡ് സബ്സിഡി നൽകിയിരുന്നു. ഇക്കൊല്ലം സബ്സിഡി നിരക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ കർഷകർക്ക് നേരിയ ആശ്വാസം ലഭിക്കൂ. രാജ്യാന്തര റബ്ബർ വിപണിയിൽ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് ചുവടുമാറ്റാനുള്ള നീക്കത്തിൽ. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ സാങ്കേതികമായി ഓവർബ്രോട്ട് മേഖലയിലേക്ക് പ്രവേശിച്ചതിനാൽ ഒരു വിഭാഗം വിൽപ്പനയ്ക്ക് നീക്കം നടത്താം. റബ്ബർ 2 വർഷത്തെ ഉയർന്ന തലത്തിൽ എത്തിയതും അവരെ ലാഭമെടുപ്പിന് പ്രേരിപ്പിക്കാം. ജപ്പാനിൽ റബ്ബർ 412 yen വരെയും കയറി. ഇതിനിടയിൽ ചൈനീസ് മാർക്കറ്റായ ഷാങ്ഹായിൽ നിക്ഷേപകർ വിൽപ്പനക്കാരായി. മെയ് ദിനത്തിൽ ചൈനീസ് വിപണി പ്രവർത്തിക്കില്ല. സിംഗപ്പൂർ മാർക്കറ്റിൽ റബ്ബർ നേരിയ റേഞ്ചിൽ നീങ്ങി. സംസ്ഥാനത്ത് റബ്ബർ വില സ്റ്റഡിയായി. 4-ാം ഗ്രേഡ് കിലോ 249 രൂപയാണ്. തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങിയതിനാൽ കർണാടകം, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ വിലയിൽ കാര്യമായ ചലനം അനുഭവപ്പെട്ടില്ല. അതേസമയം കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ കുറഞ്ഞു. പ്രാദേശിക മാർക്കറ്റുകളിൽ എണ്ണയ്ക്ക് മാസാരംഭ ഡിമാൻഡ് പ്രതീക്ഷിക്കാമെങ്കിലും വിദേശ പാചക എണ്ണകൾക്ക് മുന്നിൽ മത്സരിക്കാൻ വെളിച്ചെണ്ണയ്ക്കാവുന്നില്ല. ഉൽപ്പാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും മത്സരിച്ച് ചരക്ക് സംഭരിച്ചു. വരണ്ട കാലാവസ്ഥ തുടരുന്നതിനാൽ ഇടപാടുകാർ പരമാവധി ചരക്ക് വാങ്ങി. രാവിലെ നടന്ന ലേലത്തിൽ മൊത്തം 58,630 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 53,813 കിലോയും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 3,245 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,672 രൂപയിലുമാണ്. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ.